നാട്ടിൻപുറത്തുള്ള കളിയായിരിക്കും അല്ലേ? അതെ അതെ അതെ. അയ്യോ പിന്നെ ബാറ്റൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ബാറ്റിന്റെ മുകളിലൊക്കെ MRF MRF മട്ടൽ ബാറ്റ് മേലെ MRF ചിലതിലൊക്കെ ഹീറോ ഹോണ്ടയൊക്കെ വന്നിട്ടുണ്ട്. റീബോക്ക് ഉണ്ടായിരുന്നു. അതെ ചിലതിലൊക്കെ. കാരണം ദ്രാവിഡ്, ഗാംഗുലി ഫാൻസ്, എനിക്ക് ഗാംഗുലി ഫാൻസിനായിരുന്നു ഹീറോ ഉണ്ടാ. അങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ വേറെ വേറെ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും MRF ആയിരുന്നു കൂട്ടത്തിലെ പ്രീമിയം ബാറ്റ്. മടവേലൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് MRF എഴുതുന്നത് നല്ലൊരു മടലൊക്കെ ചെത്തി വീട്ടില് അമ്മയുടെ നെയിൽ പോളിഷ് എടുത്തിട്ട് MRF അവിടെ നിന്നോളൂ അല്ലെ? കുറെ കാലം നിന്നോളൂ. ശരിയാട്ടോ. MRFന്റെ ഒക്കെ ആ ഒരു ഓർമ്മ സച്ചിൻ തന്നെ. ഇഷ്ടപ്പെട്ട താരം സച്ചിൻ തന്നെ? പിന്നെ ഉറപ്പായിട്ടും സേവാഗിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. എന്തുകൊണ്ട് സേവാഗിന് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നത്? സേവാഗിന്റെ സച്ചിന്റെ ഓപ്പണിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവര് കളിക്കുന്ന സമയത്ത് മിക്ക എല്ലാ ദിവസവും, അതായത് ക്ലാസ്സുള്ള എല്ലാ ദിവസവും എനിക്ക് പനിയോ അല്ല ഛർദിലോ എന്തെങ്കിലും ഉറപ്പായിട്ട് അവധി എടുക്കും എല്ലാ ദിവസവും. അതായത് ഈ കളിയുള്ള ദിവസങ്ങളിൽ എക്സാമിന്റെ സമയത്ത് പോലും എനിക്ക് ടെൻഷനാ. എനിക്ക് എക്സാമിനെക്കാട്ടും ടെൻഷൻ കളി ഉണ്ടല്ലോ, എങ്ങനെ കളി. ഞാൻ ഇപ്പൊ ഓർക്കുന്നത് എനിക്കൊന്നും 2004 ടെൻത്തിലെ ഫൈനൽ എക്സാമിന്റെ തലേ ദിവസം ഇന്ത്യ പാകിസ്ഥാനായിട്ട് മാച്ചാ. ബാലാജി ഒക്കെ കളിക്കുന്നുണ്ട്. ബാലാജി കുറെ ബാലാജി ഇർഫാൻ പത്താനൊക്കെ വന്ന സമയം. അതെ അതെ അതെ. ആ കളിയില് ബാലാജി 6 ഒക്കെ അടിച്ച് ഇന്ത്യ ജയിച്ചു. അതായത് ഷോയിബ് അക്തറിനെതിരെ. അതെ, എനിക്കത് ഓർമ്മ. ബാറ്റ് പൊട്ടിയ ഓർമ്മ. ബാറ്റ് പൊട്ടി ആ ദിവസങ്ങൾ തോന്നും. അത് ലാസ്റ്റ് ഓവറിലോ കണ്ട് അടിച്ച് കളി ജയിപ്പിക്കായിരുന്നു. അത് എനിക്കിപ്പോ ഓർമ്മ ഏറ്റവും ചലഞ്ചായിട്ട് കാണാൻ പറ്റിയ ഒരു കളിയായിരുന്നു. കാരണം എക്സാം പിറ്റേ ദിവസം രാവിലെ എക്സാം SSLC എക്സാം ആയിരുന്നു. അതെ, ബോർഡ് എക്സാമിന്റെ തലേദിവസം. അതായത് 2004 ഫെബ്രുവരി മാർച്ചിലാണ്. ആ സമയത്തായിരിക്കും എക്സാം. ആ സമയത്തായിരുന്നു മാച്ച്. ഏത് മാച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല, ഏത് ടൂർണമെന്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് ഇന്ത്യ പാകിസ്ഥാനായിരുന്നു. അത് സംബന്ധിച്ച് അതിന് ആ ടൂർണമെന്റ് ഒരു ചരിത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ പോയിട്ട് കളിക്കുന്ന ഒരു ടൂർണമെന്റ്. എങ്ങനെ കണ്ടു ആ മത്സരം? അത് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ്. വീട്ടിലിരുന്ന് മമ്മിയുടെ കാല് പിടിച്ച് ഞാൻ എക്സാമിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിത് കാണണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ പിന്നെ അങ്ങനെ കാണിച്ചു തരായിരുന്നു. പിന്നെ ഷെഫീൽ മുമ്പ് പറഞ്ഞു അതിന്റെ ഒരു കോമഡി ഞാൻ പറഞ്ഞ കേട്ടോ. അതായത് പണ്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഈ എക്സാം ഒക്കെ കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ ഒന്നും ഉപദ്രവിക്കത്തില്ല പത്രക്കാരും അങ്ങനെ. കാരണം പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ 100% വിജയമൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ്സിലെ മൊത്തത്തിലുള്ള ആ വർഷത്തെ പിള്ളേർ വിജയിച്ചത് 68% കണ്ട ആൾക്കാർ വിജയിച്ചത്. അപ്പൊ ആ സമയത്തെല്ലാം 68-70 മാക്സിമം വിജയം വരുന്നത്. പിന്നെ പിറ്റേ വർഷമാണ് ആൾക്കാർ. അപ്പൊ എന്റെ എക്സാം കഴിഞ്ഞിട്ട് ഈ എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ പേപ്പർ വാല്യുവേഷൻ കഴിയുമ്പോൾ അതിനകത്തുള്ള കുറെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ ടീച്ചേഴ്സ് മീഡിയക്ക് കൊടുക്കും. അപ്പൊ അതിനകത്ത് ഒരു സംഭവം ഞാൻ വായിച്ചതാണ്, ഉള്ളതാട്ടോ, നടന്നു. അതായത് എക്സാമിന് പഠിക്കാതെ പോയൊരു സ്റ്റുഡന്റ് എഴുതിയേക്കാം, ഏത് സബ്ജക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഏതെഴുതിയ സാർ എനിക്ക് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല. അതായത് എക്സാം പഠിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമില്ല, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജയിച്ചില്ലെങ്കിലും ഇന്ത്യ ജയിച്ചു, അത് മതി എനിക്ക് സന്തോഷമായി. എന്നെ ദൈവം വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ പേപ്പർ കട്ടിങ്ങിൽ വന്നു. അതാ എനിക്ക് ഇത്ര ഓർമ്മ വരാൻ കാരണം. ആ ഒരു മാച്ച് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം. എനിക്കൊന്ന് ആ സമയത്ത് ഇങ്ങനെ കുറെ ഈ പിന്നെ പരീക്ഷാ പേപ്പറിൽ ഇതുപോലുള്ള ഫണ്ണി പരിപാടികളൊക്കെ എഴുതി വെക്കുന്ന കുറെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ക്രിക്കറ്റിനോട് ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർത്ത് പറഞ്ഞ കുറെ ഉണ്ടായിരുന്നു.